ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്ന BSF HCM ആൻഡ് ASCയുടെ ഫുൾ അപ്ഡേറ്റ്സ് ആണ്. ഇതിൻ്റെ വേക്കൻസി കൂടാൻ പോവുകയാണ്. വേക്കൻസി എത്രയായിരിക്കും കൂടാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഫിസിക്കൽ ഡേറ്റ് എപ്പോഴായിരിക്കും എന്നതിനെക്കുറിച്ചും വളരെ ക്ലിയർ ആയിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നത് 2024 2024 വന്ന ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ എല്ലാം എടുത്ത് നമ്മൾ നോക്കിയാൽ ഇനി ആകെ ഫിസിക്കൽ ടെസ്റ്റ് ബാലൻസ് ഉള്ളത് ഈ BSF HCMന് മാത്രമാണ്. ഇതിൻ്റെ മാത്രമാണ് ഫിസിക്കൽ ടെസ്റ്റ് ബാലൻസ് ആയിട്ടിരിക്കുന്നത്. ഇതിൻ്റെ ഫിസിക്കൽ ടെസ്റ്റ് നടക്കാൻ പോകുന്നത് 2025 പല കുട്ടികളും വെയിറ്റ് ചെയ്യുകയാണ് എപ്പോഴായിരിക്കും എന്നും ചോദിച്ചിട്ട്. കാരണം ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഫിസിക്കലാണ്. ഈ ഒരു വീഡിയോയിൽ ഈ രണ്ട് കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ടായിരിക്കും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. വീഡിയോ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യണം നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ റൈറ്റ് സൈഡിലെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഒരു ഡിഫൻസ് ജോബ് കിട്ടുന്നിടം വരെ. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നതാണ് വേക്കൻസിയെ കുറിച്ചിട്ട്. ഇതിൻ്റെ ഒഫീഷ്യൽ അപ്ഡേറ്റ് വന്നപ്പോൾ ടോട്ടൽ വേക്കൻസി എന്ന് പറയുന്നത് 1526 കുട്ടികളെ. ഇപ്പോൾ നമുക്ക് കിട്ടിയ അപ്ഡേറ്റ് അനുസരിച്ച് നിങ്ങളുടെ വേക്കൻസി അറൗണ്ട്ലി 550 അല്ലെങ്കിൽ 600 വേക്കൻസി കൂടാനുള്ള സാധ്യതയുണ്ട്. അറൗണ്ട്ലി നിങ്ങളുടെ 2100 വേക്കൻസി ആകാനുള്ള സാധ്യതയുണ്ട്. ഇത് ഒഫീഷ്യലായിട്ട് ഇതുവരെ വന്നിട്ടില്ല, പക്ഷേ ഒഫീഷ്യലായിട്ട് നിങ്ങളുടെ കയ്യിൽ ലഭിക്കുന്നതായിരിക്കും ഉടനെ തന്നെ. അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ഈ BSF HCM ആൻഡ് ASCക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾ നിങ്ങൾ മസ്റ്റായിട്ടും ഫുൾ സെലക്ഷൻ പ്രോസസ്സിലെ ആ ഓരോ ഇവൻറ്റും നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് ഫിസിക്കൽ ആണെങ്കിലും അതിനുശേഷം റിട്ടേൺ എക്സാം, പിന്നെ ഫൈനൽ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ഒരു ടെസ്റ്റ് ഉണ്ട്, അതായത് നിങ്ങളുടെ സ്കിൽ ടെസ്റ്റ്. അവിടെയാണ് കൂടുതലും കുട്ടികൾ ഫെയിൽ ആകുന്നത്. അപ്പോൾ അതിനുവേണ്ടിയുള്ള ടൈപ്പിംഗ് കൂടി നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്ന ആ ഒരു സമയത്ത് ഫോം ഫില്ല് ചെയ്ത കുട്ടികൾ ജസ്റ്റ് ടൈപ്പിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ എങ്കിൽ തന്നെ ഈ ഒരു സമയം അവൻ്റെ ടൈപ്പിംഗ് നല്ലപോലെ ഇമ്പ്രൂവ് ആയി കാണും. അപ്പോൾ നിങ്ങൾ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ ടൈപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾ അതിനകത്ത് നല്ലൊരു സ്കിൽ ഡെവലപ്പ് ചെയ്ത് എടുക്കാൻ നോക്കുക. വേക്കൻസി എന്തായാലും കൂടുന്നതായിരിക്കും. ഈ ഒരു ജോബ് എന്ന് പറഞ്ഞാൽ വളരെ നല്ല ജോബാണ്. എങ്ങും പോയി നിങ്ങൾ ബോർഡറിലൊന്നും നിൽക്കണ്ട. ഓൺലി ഓഫീസ് ജോബ് മാത്രമാണ്. അതും പാരാമിലിറ്ററിയിലെ 8 ഫോഴ്സിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്ട്രിയിൽ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക്, അതായത് ക്ലറിക്കൽ ജോബാണ്, ഓഫീസ് ജോബാണ് നിങ്ങൾ ഇവിടെ നോക്കേണ്ടത്. ഡയറക്റ്റ് ഹെഡ് കോൺസ്റ്റബിൾ പോസ്റ്റാണ് നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നത്. അതുകൊണ്ട് ഒട്ടും മിസ് ചെയ്യരുത്. നല്ലപോലെ നിങ്ങൾ നിങ്ങളുടെ ഓരോ പ്രോസസ്സും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. ഇനി നമുക്ക് നോക്കാം ഇതിൻ്റെ ഫിസിക്കൽ എപ്പോഴായിരിക്കും വരാൻ പോകുന്നത് എന്നതിനെ കുറിച്ചിട്ട്. കുട്ടികളെ, നിങ്ങളുടെ ഫിസിക്കൽ ഡേറ്റിൻ്റെ കാര്യം പറയുമ്പോൾ ഇവിടെ കൂടുതലും കുട്ടികൾക്കും കൺഫ്യൂസ് ആണ്. ഞാനിന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്ന 2 ഡേറ്റ് ആണ്. ഇത് രണ്ടും എക്സ്പെക്റ്റഡ് ഡേറ്റ് ആണ്. എന്തുകൊണ്ടാണ് ഈ ഒരു ഡേറ്റ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അതുകൂടി ഞാൻ പറയുന്നതായിരിക്കും. അതുപോലെ തന്നെ നോഡൽ ഫോഴ്സിൻ്റെ സൈഡിൽ നിന്നും ഈ ഒരു ഡേറ്റ് ഒഫീഷ്യലായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നോഡൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏത് യൂണിറ്റ് ആണോ, അതായത് ഏത് ഫോഴ്സ് ആണോ നിങ്ങളുടെ ഫിസിക്കൽ കണ്ടക്ട് ചെയ്യുന്നത്, ആ ഒരു യൂണിറ്റിനെ പറയുന്നതാണ് നോഡൽ ഫോഴ്സ് എന്ന് പറയുന്നത്. BSFന്റെ സൈഡിൽ നിന്ന് വളരെ ക്ലിയർ ആയിട്ട് അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ആ ഒരു ഡേറ്റ് അവർ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ഡേറ്റ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. പക്ഷേ ബാക്കി ഫോഴ്സ് ഒന്നും ക്ലിയർ ആയിട്ട് ഡേറ്റ് കൊടുത്തില്ലായിരുന്നു. പാരാമിലിറ്ററിൽ ടോട്ടൽ 8 ഫോഴ്സ് ആണുള്ളത്. നിങ്ങൾക്കിവിടെ ജോലി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ BSFൽ പോകാം, CSFൽ പോകാം, CRPFൽ പോകാം, എവിടെ വേണമെങ്കിലും പോകാം. അപ്പോൾ നിങ്ങൾ ഫിസിക്കൽ കണ്ടക്ട് ചെയ്യുന്നതും ഇതിനകത്ത് ഏതെങ്കിലുമൊക്കെ യൂണിറ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാ യൂണിറ്റിൽ നിന്ന് അപ്രൂവൽ കിട്ടണം. അത് ഇതുവരെ കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഈ ഒരു ഫിസിക്കൽ ഡേറ്റ് ഡിലേ ആകുന്നത്. അപ്പോൾ ചില നോഡൽ ഫോഴ്സിന്റെ സൈഡിൽ നിന്ന് ഡേറ്റ് വന്നിട്ടുണ്ട്. ആ ഒരു അപ്ഡേറ്റ് അനുസരിച്ച് കിട്ടിയ ഡേറ്റ് ആണ് 28 ഫെബ്രുവരി എന്ന് പറയുന്നത്. ഈ 28 ഫെബ്രുവരി എന്ന് പറയുന്ന ഡേറ്റ് വരാനുള്ള കാരണം എന്താണ്? SSCGയുടെ എക്സാം കംപ്ലീറ്റ് ആവുന്നത് ഫെബ്രുവരി 25 എന്താണ്? ഫെബ്രുവരി 25 SSCGയുടെ എക്സാം കംപ്ലീറ്റ് ആകുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്തിനടുത്ത് എല്ലാ യൂണിറ്റും എന്താണ്? ഫ്രീ ആകുന്നുണ്ട്. എന്നാലും മറ്റ് ചില പ്രശ്നങ്ങൾ കൂടി കിടക്കുന്നുണ്ട്. അതായത് 24 മാർച്ച്, ഈ മാർച്ച് ഫസ്റ്റ് വീക്കോടെ RPFന്റെ എക്സാം സ്റ്റാർട്ട് ആവുകയാണ്. എന്താണ്? RPFന്റെ എക്സാം സ്റ്റാർട്ട് ആകുന്നത് മാർച്ച് 2 മുതലാണ്. ഈ 28 ഫെബ്രുവരി എന്ന് പറഞ്ഞ ഡേറ്റ് ഇപ്പോൾ ആൾമോസ്റ്റ് ഔട്ടായിരിക്കുകയാണ്. എല്ലാ ഫോഴ്സിൻ്റെ അപ്രൂവൽ കിട്ടിയിട്ടില്ല. ചില ഫോഴ്സിന് മാത്രമാണ് കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ ചാൻസ് എന്ന് പറഞ്ഞാൽ ഓൺലി 10% ആണ്. പക്ഷേ ഈ ഒരു ഡേറ്റിൻ്റെ ചാൻസ് എന്ന് പറഞ്ഞാൽ 90% ഉണ്ട്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ ഫിസിക്കൽ മാർച്ച് എൻഡോടെ വരുന്നതായിരിക്കും. അതുകൊണ്ട് ടൈം വളരെ കുറവാണ്. നല്ലപോലെ നിങ്ങൾ ബാക്കി കാര്യങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. ഫിസിക്കൽ കഴിഞ്ഞാൽ ഉടനെ തന്നെ ബാക്കി പ്രോസസ്സ് എല്ലാം പെട്ടെന്നായിരിക്കും വരാൻ പോകുന്നത്. മനസ്സിലായ നിങ്ങൾക്ക്? എന്തായാലും നിങ്ങളുടെ ഫിസിക്കൽ വരാൻ പോകുന്നത് മാർച്ചോടായിരിക്കും. മാർച്ച് ആകുമ്പോൾ SSCGയുടെ എക്സാം എല്ലാം കംപ്ലീറ്റ് ആവും, RPFന്റെ എക്സാം കംപ്ലീറ്റ് ആവും. ടോട്ടലി എല്ലാ നോഡൽ ഫോഴ്സും എന്താണ്? ആൾമോസ്റ്റ് ഫ്രീ ആവുകയാണ്. അപ്പോൾ കുട്ടികളെ, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫിസിക്കൽ ഡേറ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റിക്കഴിഞ്ഞ് ഇതിനടുത്തായിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ നല്ലപോലെ നിങ്ങളുടെ ഫിസിക്കൽ മെയിൻറ്റെയിൻ ചെയ്യുക. റിട്ടേൺ എക്സാമിന് നല്ലപോലെ നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ടൈപ്പിങ്ങിന് നല്ലപോലെ നിങ്ങളുടെ സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ നോക്കുക. ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി കാണുമെന്ന്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യുക. നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച്, അതായത് ഫുള്ളി ഒഫീഷ്യലായിട്ട് നമുക്ക് അപ്ഡേറ്റ് കിട്ടിയിട്ടില്ല.
ചെറുതായിട്ട് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷനിൽ നിന്നും മറ്റ് പല സോഴ്സസ് മുഖേന നമുക്ക് കിട്ടുന്ന അപ്ഡേറ്റിൽ നിന്നുമാണ് ഈ ഓരോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ വേണ്ടി ഈ ഒരു ചാനൽ ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ഉടനെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.